സംസ്ഥാന വഖഫ് ബോർഡിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി ദീപിക പത്രം. മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതാണ് ചൂണ്ടിക്കാട്ടിയാണ് ഈ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. അധികാരത്തിലെത്തിയാൽ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പഴയ പ്രസ്താവനയും ഓർമ്മപ്പെടുത്തുകയാണ് ദീപിക. ഇസ്ലാമോഫോബിയ നിർമ്മിച്ചെടുത്തത് ഇസ്ലാമിക തീവ്രവാദമാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ 10 മിനിറ്റ് പോലും ഞങ്ങൾക്കത് വേണ്ട പരിഹരിക്കാൻ എന്ന് പറഞ്ഞയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പം ആ പ്രഖ്യാപനങ്ങളൊക്കെ അങ്ങനെ നിൽക്കെ ദീപികയുടെ വിമർശനം എങ്ങനെയാണ്? ദീപിക, എനിക്ക് തോന്നുന്നു ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും അവരുടെ നിലപാടുകൾ പറയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ദീപിക അവരുടെ നിലപാട് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ സഭ അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വി ഡി സതീശൻ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മിനിറ്റ് കൊണ്ട് മുൻപ് പ്രശ്നം താൻ പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അധികാരത്തിലേറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാത്തതിൽ ദീപികയ്ക്ക് കടുത്ത എതിർപ്പുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ മുഖപ്രസംഗമായി ദീപിക പത്രത്തിലെ മുഖപ്രസംഗമായി പുറത്തു വന്നിരിക്കുന്നത്. ക്രൈസ്തവ സഭ നിലപാട് ശക്തമാക്കുന്നു, അത് സർക്കാരിനെതിരെയും ഒപ്പം തന്നെ മുനമ്പം വിഷയത്തിലും എന്നുള്ളതാണ്. ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് എന്നുള്ളത് പറയുന്നു. ഇത് മുനമ്പത്തെ 610 ക്രൈസ്തവ കുടുംബങ്ങളെ വെല്ലുവിളിക്കുന്നത് മാത്രമല്ല മതേതര കേരളത്തെ ആകമാനം വെല്ലുവിളിക്കുന്ന ഒരു നടപടിയായിട്ട് തന്നെയാണ് ദീപിക പത്രം ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത് വഖഫ് കയ്യേറ്റങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്തു, എന്നാൽ മുനമ്പത്തെ രക്ഷിക്കാൻ ഭേദഗതി ഒന്നുമില്ലായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിണറായി സർക്കാർ കുറച്ചൊക്കെ ശ്രമിച്ചെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് പിണറായി സർക്കാരിനെ കാര്യമായി മുൻപുണ്ടായിരുന്ന സർക്കാരിനെ കാര്യമായി അവർ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് ദീപിക പത്രം അദ്ദേഹത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയാണ് ഈ പ്രശ്നം പരിഹരിച്ചത് എന്നുള്ളത് അവർ എടുത്തു ചോദിക്കുന്നുമുണ്ട്. മാത്രമല്ല മതപ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് പടച്ച ഒരു നിയമം മുനമ്പത്തുൾപ്പെടെ എത്ര മനുഷ്യരെയാണ് വഴിയാധാരമാക്കിയത് എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മുൻപുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദീപിക ദിനപത്രത്തിൽ ഇക്കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. മറ്റൊന്ന് 1995 കോൺഗ്രസ് വരുത്തിവെച്ച ഭേദഗതിയിലാണ്, അല്ലെങ്കിൽ അന്നത്തെ 95 കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ ഭേദഗതിയാണ് ഇന്നത്തെ ഈ തകരാറിന് കാരണം, ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്ലാമോഫോബിയ പലതും വളർത്തുന്നുണ്ടെന്നും പക്ഷേ അത് നിർമ്മിച്ചെടുത്തതും കേടുകൂടാതെ സൂക്ഷിക്കുന്നതും ഇസ്ലാമിക തീവ്രവാദമാണെന്ന് ദീപികയുടെ വിമർശനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ അതിൻ്റെ ഈറ്റില്ലമായ ഒന്ന് നിയമഭേദഗതികളാണെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ദീപിക ദിനപത്രത്തിലെ ഇന്നത്തെ മുഖപ്രസംഗം. UDF സർക്കാരിനെതിരെ കനത്ത വിമർശനമാണ് സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നടത്തിയ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് വഖഫിൻ്റെ ഇരകളെക്കാൾ നിസ്സഹായരാണോ പുതിയ സർക്കാർ എന്ന് ആത്മപരിശോധന നടത്തണം എന്ന് പറയുന്നു. അതായത് വഖഫിന്റെ ഇരകൾ ഉണ്ടായതിനേക്കാൾ മുനമ്പത്തെ ശരി. അപ്പോൾ ദീപിക പത്രത്തിന്റെ മുഖ പ്രസംഗം, അതിലെ വിമർശനങ്ങൾ പറയുകയായിരുന്നു സഹിൻ ആന്റണി.